ഒരു അടിമയെ കൊണ്ട് കുഴിലിട്ടേച്ച് ആ രാജ്യത്തിന്റെ കിങ് ഫാസ്റ്റിംഗ്. ഫുഡ് വേണോ? വേണ്ട. വെള്ളം വേണോ? വേണ്ട. ഭാര്യമാര് വെപ്പാട്ടിമാർ ഇല്ല, വേണ്ടെന്ന്. ഇത് എന്നെ സംഭവമോ? അങ്ങനെ ഒരു മനുഷ്യൻ ഉപവസിക്കണമെങ്കിൽ അയാൾ ഉണ്ടാക്കിയ സ്വാധീനം. രാജാവ് ഫാസ്റ്റ് ചെയ്തിട്ട് ഉറക്കം വരുന്നില്ല, ഉറക്കം വിട്ടുപോയി, ഉറങ്ങുന്നില്ല, ഫുഡില്ല, ജ്യൂസ് ഇല്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ. നേരം വെളുത്തു. അടുത്ത വാക്യം കാണോ? രാജാവ് അതികാലത്ത് എഴുന്നേറ്റ്, ഏർലി മോർണിംഗ്, അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ടു. അതെന്തിനാ ബന്ധപ്പെടുന്നേ? എന്തിനാ രാജാവായ? ബന്ധപ്പാട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ, സൗകര്യങ്ങൾ കിട്ടും. പക്ഷെ ഇത് ഒരു സൗകര്യം യൂസ് ചെയ്തില്ല. പിന്നെ ബന്ധപ്പെട്ടു. കൊട്ടാരം ടു സിംഹത്തിന്റെ ഗുഹ അടുത്തായിരിക്കും. ഓക്കെ, ബന്ധപ്പെട്ട് അവിടെ ചെന്നിട്ട് സിംഹ ഗുഹയിൽ ചെന്നിട്ട് ദുഃഖസ്വരത്തോടെ, ദുഃഖസ്വരം, അങ്ങനല്ലേ, ദുഃഖസ്വരത്തോടെ സ്തോത്രം, ഒരു വിളി. എന്തോ വിളിച്ചേ? നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അതറിയാനാ എന്നെ ഞെട്ടിച്ചേ. തിരിച്ചൊരു ആൻസർ പ്രതീക്ഷിക്കാതെ മേളിൽ നിന്നൊരു വിളി, ദാനിയേലേ, നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ഒരിക്കലും മറുപടി പ്രതീക്ഷ കാണത്തില്ല. പക്ഷെ പുള്ളിക്കാരനെ ഞെട്ടിച്ചോണ്ട് ഒരു വാക്ക് താഴെ, തിരുമേനി ദീർഘായുസ്സായിട്ടിരുന്നാട്ടെ.